കൊച്ചിയിൽ അച്ഛനമ്മമാർ ആശുപത്രി ഐസിയുവിൽ ഉപേക്ഷിച്ചു പോയ 23 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ വാർത്ത നമ്മളെയെല്ലാം വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കുഞ്ഞുമകളെ വനിതാ ശിശു വികസന വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയാണ്. ഇതു സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ ഓഫീസർ ആശുപത്രി സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. മാതാപിതാക്കൾ തിരിച്ചു വരുന്നെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറും. കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ഇനി വേണ്ട എന്നാണെങ്കിൽ നിയമപരമായ നടപടികളിലൂടെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കുഞ്ഞിന് ഇനിയുള്ള ചികിത്സ ഉറപ്പാക്കാൻ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വറിന്റെയും രഞ്ജിതയുടെയും 23 ദിവസം മാത്രമുള്ള കുട്ടിയാണ് ഐസിയുവിലുള്ളത്. പ്രസവത്തിനായി ഇവർ നാട്ടിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് രഞ്ജിതയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുകയും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ജനുവരി 29-ന് ആശുപത്രിയിൽ രഞ്ജിത പെൺകുഞ്ഞിന് ജന്മം നൽകി. 28 ആഴ്ച മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ച. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലെ NICUവിലേക്ക് മാറ്റി. അമ്മ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു. അച്ഛൻ രണ്ടിടത്ത് മാറി മാറി നിന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ 31-ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അന്നുവരെ മകളെ കാണാൻ ആശുപത്രിയിൽ എത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നിട്ടില്ല. ആരോടും പറയാതെ മംഗളേശ്വറും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി. ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും ജാർഖണ്ഡിലെത്തിയെന്ന SMS സന്ദേശം മാത്രമായിരുന്നു മറുപടി. പിന്നീട് ഫോണിൽ കിട്ടാതെയുമായി. ഇതേ തുടർന്നാണ് ആശുപത്രി അധികൃതർ പോലീസിനെയും തുടർന്ന് ശിശുക്ഷേമ സമിതിയെയും വിവരം അറിയിച്ചത്. കണ്ണു തുറന്ന് ലോകം കാണും മുൻപേ തന്നെ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും നാട്ടിലേക്ക് മടങ്ങിയതറിയാതെ ജീവിതത്തോട് പൊരുതുകയാണ് ആ കുഞ്ഞുമകൾ. നിലവിൽ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോജോ ജോയുടെ നേതൃത്വത്തിലുള്ള ചികിത്സയിലൂടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. എങ്കിലും ഇനിയും 1 മാസം NICUവിൽ തുടരേണ്ടി വരും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്ന് ശിശുക്ഷേമ സമിതി ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പാലൂട്ടാൻ അമ്മയും സ്നേഹം പകരാൻ അച്ഛനുമില്ലാതായ ആ കുഞ്ഞ് ഇനി നമ്മുടെ സർക്കാരിന്റെ സംരക്ഷണയിൽ കേരളത്തിന്റെ ദത്തുപുത്രിയായി വളരും. ഒരുപക്ഷെ എന്നെങ്കിലും തന്റെ രക്തബന്ധം തേടി ആ മാതാപിതാക്കൾ തിരികെ വന്നാൽ കുഞ്ഞിനെ തിരിച്ചു നൽകാനും സർക്കാർ തയ്യാറാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.